റീബർത്ത് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് പരമശിവൻ എന്ന സങ്കല്പം. ആ സങ്കല്പം എങ്ങനെയാണ് എന്നെ റേക്കിയുമായിട്ട് കണക്ട് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് 13 വയസ്സിൽ ഞാൻ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് മെഡിറ്റേഷൻ ആണെന്നോ അല്ലെങ്കിൽ അതൊരു ധ്യാനത്തിന്റെ പ്രോസസ് ആണെന്നോ എനിക്കറിയില്ല ആക്ച്വലി. എന്റെ വേദനകൾക്ക് വിരാമം ഇടാൻ എന്റെ മനസ്സിലേക്ക് തോന്നിയ ചിന്തകൾ, അതാണ് ഞാൻ മെഡിറ്റേഷൻ ഇരുന്നത്. അതിൽ മെഡിറ്റേഷൻ ഇരുന്നപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരമശിവൻ എന്ന് പറയുന്ന ആ രൂപത്തെ സങ്കല്പിച്ചാണ് ഞാൻ മെഡിറ്റേഷൻ ഇരുന്നത്. ആ ഇരിക്കുന്ന അത്രയും സമയം മനസ്സ് വളരെ കാമായി കൂളായി, അതിനേക്കാളൊക്കെ ഉപരി ആ എനർജിയെ തിരിച്ചറിയാൻ കഴിയുക. എനർജിയെ തിരിച്ചറിയാൻ കഴിയുക എന്ന് പറയുമ്പോഴത്തേക്ക് ശരീരത്തിൽ ആകെ ഒരു വൈബ്രേഷൻ പോലെയോ, അല്ലെങ്കിൽ ചുറ്റിനും എന്തോ ഒന്ന് നമ്മളിങ്ങനെ വലയം ചെയ്യുന്ന ഒരു ഫീൽ ആയിരുന്നു. പിന്നീട് ഞാന് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം മെഡിറ്റേഷനിലേക്ക് ഇരിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ആ എനർജിയെ കൈക്കുള്ളിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് മറ്റൊരാൾക്ക് ഹീലിംഗ് കൊടുക്കാൻ കഴിയുമെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വീണ്ടും ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പുണ്ടായി. അപ്പൊ ഇതൊന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മറിച്ച് പൂർവ്വജന്മവുമായിട്ട് കണക്റ്റഡ് ആണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഇതിലേക്കൊക്കെ ഞാൻ കണക്റ്റഡ് ആയി വന്നതാണ്. അപ്പം പരമശിവൻ എന്ന സങ്കല്പം നമുക്ക് ഓരോരുത്തർക്കും തരുന്നത് ഓരോ തരത്തിലുള്ള ഫീലിങ്സ് ആണ്. ഞാൻ പരമശിവൻ എന്ന സങ്കല്പത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് വിശ്വാസമാണോ ആ സങ്കല്പം നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കാം. എല്ലാ ഊർജവും എല്ലാ വിശ്വാസങ്ങളും ഒരൊറ്റ ഊർജത്തിലോട്ടാണ് ചെല്ലുന്നത്. ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ എനർജിയിലോട്ടാണ് നമ്മളെ കണക്ട് ചെയ്യുന്നത്. വിശ്വാസം ഏതുമായിക്കോട്ടെ, ഏത് മത ആചാരവും ആയിക്കോട്ടെ, അവയത്രയും നമ്മളെ കണക്ട് ചെയ്യുന്നത് യൂണിവേഴ്സിലോട്ടാണ്. അപ്പൊ ഈ യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുതരുന്ന ചിന്ത അതൊട്ടും ചെറുതല്ല. മറിച്ച് അതിൽ അടങ്ങിയിരിക്കുന്ന ആ എനർജിയെ നമ്മൾ മനസ്സിലാക്കും തോറും നമ്മളിലേക്ക് അത്ഭുതങ്ങൾ വന്ന് നിറയുകയാണ്. പരമശിവൻ എന്ന സങ്കല്പത്തിലൂടെ എനിക്ക് ലഭിച്ച ധൈര്യം, ഒറ്റയ്ക്കല്ല എന്നുള്ള തോന്നൽ, മറിച്ച് ഏത് വിഷമത്തെയും തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്ത, ഇതൊക്കെ കൊണ്ടുവരുമ്പോഴും എന്നിൽ സംഭവിച്ച പരിവർത്തനത്തിന്റെ വേര് തേടി ഞാൻ യാത്ര തിരിക്കുമ്പോഴും യൂണിവേഴ്സ് ലൈഫ് ഫോഴ്സ് എനർജി ആണ് ഞാൻ മനസ്സിലാക്കിയ എനർജി എന്ന് മനസ്സിലാക്കാനും, ആ എനർജി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഹീലിംഗ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെയും വർഷങ്ങൾ വേണ്ടി വന്നു. അപ്പൊ നമ്മുടെ അറിവുകൾ അത് പൂർണ്ണമാകണമെങ്കിൽ യൂണിവേഴ്സ് ഇതിനൊരു സമയം തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ഹീലിംഗ് കഴിയുമ്പോഴും എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഓരോ രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹീലിംഗ് എനിക്ക് അത്രത്തോളം ഇഷ്ടമുള്ള ഒരു പ്രോസസ്സാണ്. ഒരാൾ എന്റെ മുന്നിൽ ഹീലിംഗിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത്, ഞാനിപ്പം കൂടുതലും ഓൺലൈൻ ഹീലിംഗ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാലക്രമേണ ഓഫ്ലൈൻ ഹീലിംഗ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു സാഹചര്യവും സന്ദർഭവും ഒത്തു വന്നിട്ടില്ല. ആ ഓൺലൈൻ ഹീലിംഗിന് എന്റെ മുന്നിൽ ഒരാൾ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നിലേക്ക് ആ വ്യക്തിയെ കണക്ട് ചെയ്ത് കൊണ്ടുവന്നല്ലോ. വെറുതെ ഒന്നും ഒരാളും ഹീലിംഗിന് വേണ്ടി ഒരാളുടെ മുന്നിൽ കണക്റ്റഡ് ആവില്ല എന്നുള്ള തിരിച്ചറിവ് മനസ്സിലുള്ളത് കൊണ്ട് ആ സമയത്ത് യൂണിവേഴ്സിനോട് നന്ദി ചോദിക്കും. എന്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയെ ദൈവത്തിന് തുല്യമായിട്ട് ഞാൻ കാണും. കാരണം എന്റെ മുന്നിലിരിക്കുന്ന വ്യക്തി എന്നേക്കാൾ ഉയർന്ന ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാവാം, എന്നേക്കാൾ അറിവുള്ള ഒരാളാവും, അതിനേക്കാളൊക്കെ ഉപരി എന്നേക്കാൾ ഉയർന്ന ഉന്നത തലത്തിലുള്ള ഒരു സോൾ ആയിരിക്കാം ആ ദേഹത്ത് വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ ഞാൻ കാണുന്നത് ഈശ്വര തുല്യമായിട്ടാണ്. ഓരോ ഹീലിംഗ് കഴിഞ്ഞ് അവര് പോകുമ്പോഴും പിന്നീട് ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്യും. മേഡം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ ടീച്ചറെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയ വലിയ സന്തോഷങ്ങളാണ് തരുന്നത്. കാരണം ഓരോ ഹീലിംഗും തരുന്നത് ഓരോ അനുഭവങ്ങളാണ്. അപ്പോഴൊക്കെ ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയും. കാരണം എന്നെ ഇതിലേക്ക് കണക്ട് ചെയ്തത് ആ പരമശിവൻ എന്ന സങ്കല്പമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ എനിക്ക് പ്രിയപ്പെട്ട എന്റെ വിദേശ രാജ്യത്തുള്ള ഒരു ഫ്രണ്ട് എനിക്കൊരു വീഡിയോ അയച്ചു തരികയുണ്ടായി. ആ വീഡിയോയ്ക്കകത്ത് ആക്ടോറിയൽ ലൈറ്റ് വർക്കേഴ്സിനെ കുറിച്ച് പറയുന്നു. പരമശിവനും ആ ആർട്ടൂറിയൻ ലൈറ്റ് വർക്കേഴ്സുമാരുടെ കണക്ഷൻ കാണിക്കുന്ന വളരെ സുന്ദരമായ ഒരു വീഡിയോ. എനിക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ ഞാൻ അത് അയച്ചു കൊടുത്തിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയുണ്ടായി. 1-2 പേരൊക്കെ എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പറഞ്ഞു തരികയുണ്ടായി. പക്ഷെ അതൊക്കെ കാണുമ്പോൾ എന്നിൽ അത്ഭുതമാണ് ജനിക്കുന്നത്. ഈ എനർജിയെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ
തിരിച്ചറിയാൻ സാധിച്ചു. അത് മുൻജന്മ പുണ്യമായി കാണുന്നു. കാരണം എന്റെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെ ഉണ്ട്. ഞാനെന്ന് പറഞ്ഞ ശക്തി കൈവിട്ടിട്ടില്ല എന്ന് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല, എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എന്നിലുള്ള ഉറച്ച വിശ്വാസം എനിക്ക് മാത്രമല്ല, ഓരോ മനുഷ്യർക്കും അത്തരത്തിലുള്ള വിശ്വാസമാണ് പരമശിവൻ എന്ന സങ്കല്പം കൊണ്ട് കൊടുക്കുന്നത്. പുരാണങ്ങളിൽ നിന്ന് വായിച്ച സങ്കല്പമോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കേട്ട് പതിഞ്ഞ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ് നമ്മുടെ ആത്മാവ് കണ്ടെത്തുന്ന പരമശിവൻ എന്ന സങ്കല്പം. അത് തിരിച്ചും വ്യത്യസ്തമാണ്. നമ്മൾ മനസ്സിലാക്കിയ സത്യങ്ങളല്ല നമുക്ക് പിന്നീട് നമ്മളുടെ ആത്മാവിന്റെ യാത്രയിലൂടെ നമുക്ക് മനസ്സിലാകുന്ന സത്യങ്ങൾ. തികച്ചും ഡിഫറെന്റ് ആണ്. ഓരോ നിമിഷവും അറിയും തോറും വീണ്ടും അറിയാൻ എന്തൊക്കെയോ ബാക്കിയുണ്ട്. വീണ്ടും എന്തൊക്കെയോ ആ ശക്തിയെക്കുറിച്ച് അറിയണം. എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ശക്തി കാണിച്ചു തരുന്നത്? എങ്ങനെയാണ് ആ ശക്തി നമ്മളെ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്? ഇങ്ങനെ അറിയും തോറും വീണ്ടും വീണ്ടും അറിയാൻ ബാക്കി നിൽക്കുന്ന ഒരു സങ്കല്പമാണത്. എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന്. ഓരോ ഹീലിംഗ് സെക്ഷനിലും ഓരോരുത്തർക്കും ലഭിക്കുന്ന അനുഭവങ്ങൾ ഓരോ രീതിയിലാണ്. അതിന് പ്രത്യേകിച്ചും റീസൺ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെ ശരീരത്തും ജീവിക്കുന്ന അല്ലെങ്കിൽ ആ ശരീരത്തിൽ ഉള്ളിലുള്ള സോള് ഡിഫറെന്റ് ആണ്. അപ്പം ഓരോ സോളുകളും ഡിഫറെന്റ് പർപ്പസുമായിട്ട് ജനിക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ ഹീലിംഗിന് വേണ്ടി വരുന്ന ഓരോ വ്യക്തികളും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ചിലർ പറയും ഞങ്ങളുടെ ബന്ധങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയി, ഹൃദയത്തിൽ ഇങ്ങനെ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഫീലിങ്സ് ആണ് ഉണ്ടാകുന്നത്. പുതിയ പുതിയ ബന്ധങ്ങൾ ഉന്നത തലത്തിലുള്ള അല്ലെങ്കിൽ ഉന്നത ഓറ ലെവലുള്ള ഉന്നത എനർജി ലെവലുള്ളവരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടായി ഹീലിംഗ് കഴിഞ്ഞപ്പോ എന്ന് പറയാറുണ്ട്. ചിലർ പറയാറുണ്ട് വളരെ പീസ്ഫുൾ മൈൻഡ് സെറ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. അസുഖങ്ങളൊക്കെ വളരെ വളരെ ഇതായിട്ട് കുറയുകയുണ്ടായി. ചിലർ പറയും ശരീരം ആകെ ഒരു വൈബ്രേഷൻ ആയിരുന്നു. ആ വൈബ്രേഷൻ പോലെ ശരീരം ആകെ ഒരു എന്തോ ഒരു എനർജി ഇങ്ങനെ വലയം ചെയ്യുന്ന നമ്മൾക്കാണ് ഹീലിംഗിൽ ഇരുന്നപ്പോൾ ഉണ്ടായത്. അപ്പൊ എനിക്കിത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓരോരുത്തരുടെയും അനുഭവം ഓരോ രീതിയിലല്ലേ. ഇപ്പൊ ഞാൻ തന്നെ എന്നെ സ്വയം ഹീൽ ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഒന്നുമല്ല ഞാൻ ഈ കേൾക്കുന്നത്. അപ്പോൾ ഡിഫറെന്റ് ആണ്, എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പം എന്നെ ഇതിലേക്ക് കണക്ട് ചെയ്ത എന്റെ പരമശിവൻ എന്ന് പറയുന്ന സങ്കല്പത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ നിമിഷം വരെ എന്റെ കൂടെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്ന, എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയാൽ നിനക്ക് പ്രശ്ന പരിഹാരം കിട്ടുമെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു ശക്തിയാണത്. അപ്പം ആത്യന്തികമായിട്ട് ആ രൂപത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഓം നമഃ ശിവായ എന്ന് പറയുന്ന മന്ത്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യം, അതൊരു അപാര ധൈര്യമാണ്. തൂണിലും തുരുമ്പിലും അടങ്ങിയിരിക്കുന്ന ആ എനർജിയെ തിരിച്ചറിയാൻ സാധിച്ചത് ആ സങ്കല്പത്തിലൂടെയാണ്. അതിനുശേഷം ശ്രീബുദ്ധൻ എന്താണെന്ന് തിരിച്ചറിയുകയുണ്ടായി. ശങ്കരാചാര്യൻ എന്ന് പറയുന്ന മഹത് ഗുരു അതെന്താണെന്ന് തിരിച്ചറിയുകയുണ്ടായി. ഇങ്ങനെ ഓരോരോ എനർജികളുമായിട്ട് കണക്റ്റഡ് ആവുന്നത് ഞാൻ അറിഞ്ഞു. അതൊന്നും ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് കണക്റ്റഡ് ആയതല്ല. ബട്ട് ഈ എനർജി, ഈ യൂണിവേഴ്സ് എനർജി എന്നെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ്. അപ്പൊ ഈ തിരിച്ചറിവുകളിലേക്കൊക്കെ വന്നതുകൊണ്ട് ഞാൻ എന്നിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ലഭിച്ച മൈൻഡ് സെറ്റ് വളരെ പവർഫുൾ ആണ്. എത്ര വലിയ സിറ്റുവേഷനിലാണെങ്കിലും കൂളായിട്ട് നിന്ന് സംസാരിക്കാനും മറ്റുള്ളവർക്ക് ഒരു സമാധാനം കൊടുക്കാനും എനിക്ക് കഴിയുന്നുണ്ട്. ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന എല്ലാവർക്കും സമാധാനം ലഭിക്കണമെന്നും സന്തോഷം ലഭിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു ഹീലിംഗ് സെക്ഷൻ ഞാൻ എടുക്കുന്നത് തന്നെ. കാരണം അതെന്റെ നിയോഗം പോലെയാണ് ഞാൻ കാണുന്നത്. ഓരോ ഹീലിംഗ് എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് ഹീലിംഗ്. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ബട്ട് അതിനേക്കാളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട്. കാരണം ഓരോ സോളും അത് എന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ പൂർവ്വജന്മമായിട്ട് എവിടെയോ എന്തോ ഒരു കണക്ഷൻ ഉള്ള ഫീലിംഗ് ആണ്. അപ്പം ഞാൻ ആലോചിക്കും, ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ ഈ സോള് എന്റെ ആരെങ്കിലുമൊക്കെ ആയിരുന്നു ഇരിക്കണം, അല്ലെങ്കിൽ ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഹീലിംഗിന് വേണ്ടി അവർ വരില്ല. അപ്പൊ അത്തരത്തിലുള്ള ചിന്തകൾ പോവുകയും അങ്ങനെയുള്ള ഹീലിംഗ് സെക്ഷനുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്തതിനു ശേഷം ഏഞ്ചൽ നമ്പറുകൾ കാണുക, ഗാർഡിയൻ ഏഞ്ചലിന്റെ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പല സിറ്റുവേഷൻസും ഉണ്ടാകുക. അപ്പോഴൊക്കെ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം, ഒരു ആനന്ദം, അതിനെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല. ഹൃദയം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നതായിട്ടോ അല്ലെങ്കിൽ ഹൃദയത്തിനകത്തേക്ക് എന്തോ ഒരു ഫീലിങ്സ് ഇങ്ങനെ വരുന്നതായിട്ടൊക്കെ അനുഭവിക്കുകയാണ്. അപ്പൊ ഓരോ കോളുകൾ വരുമ്പോഴും ഓരോ ആൾക്കാർ എന്നെ വിളിച്ച് അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുമ്പോഴും ഞാൻ ആലോചിക്കും, ഇത്രയും പുണ്യം ചെയ്ത ഒരാളാണോ ഞാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നില്ല, ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാനലിലേക്ക് ഞാൻ എന്തുകൊണ്ട് നേരത്തെ എത്തിയില്ല എന്നുള്ള ചിന്ത പലപ്പോഴും തോന്നാറുണ്ട്. കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നു. പക്ഷെ അതല്ല, യൂണിവേഴ്സിന്റെ എല്ലാത്തിനും അതിനൊരു കണക്കുകളുണ്ട്. അപ്പൊ ആ കണക്കുകൾ റെഡി ആണെങ്കിൽ മാത്രമേ നമുക്ക് അതുമായിട്ട് കണക്റ്റഡ് ആകാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ
പലപ്പോഴും പരമശിവൻ എന്ന സങ്കല്പത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടുണ്ടാവണം അല്ലെ, നിങ്ങൾ വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന ഒരാളാണെന്ന്. അതേപോലെ തന്നെ എത്ര വലിയ സിറ്റുവേഷൻസ് ഉണ്ടായാലും നിങ്ങൾ പാനിക് ആകാതെ, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകാതെ നിങ്ങൾ ആ കാര്യത്തെ വളരെ ഭംഗിയോടുകൂടി ചെയ്തു തീർക്കുന്ന ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അല്ലെ. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് പരമശിവൻ എന്ന സങ്കല്പം. കാരണം എന്റെ വിഷമങ്ങളും എന്റെ പ്രയാസങ്ങളും എന്റെ സങ്കടങ്ങളും എനിക്കത് എഴുതി കീറിക്കളയാൻ, ഈശ്വരനൊരു കത്തെന്നുള്ള രീതിയിൽ എഴുതി കീറിക്കളയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് തോന്നുന്ന അത്രയും കാര്യങ്ങൾ, എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന അത്രയും വിഷമങ്ങൾ ഞാൻ ഈ ഒരു രൂപത്തോട് അല്ലെങ്കിൽ ഈ ഒരു രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പറയും. എനിക്ക് ഇങ്ങനെ ഇന്ന പ്രശ്നം, ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന മോണക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ചെറിയ രീതിയിൽ എന്തോ ഒരു ഭ്രാന്തുണ്ട്, പക്ഷെ ഇതൊരു ഭ്രാന്തല്ല, ശരിക്കും ഞാൻ ചെയ്ത കാര്യങ്ങളാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു ഭക്തി അല്ലെങ്കിൽ ആ ഒരു രൂപത്തോട്, ആ സങ്കല്പത്തോട് തോന്നുന്ന ഒരു ആരാധന, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അത് പുരാണങ്ങളിൽ നിന്ന് വായിച്ച് പരമശിവനല്ല, മറിച്ച് കഥകൾ കേട്ട് കുഞ്ഞുനാൾ മുതലേ കേട്ട് പരിശീലിച്ച കഥകളിലൂടെയുള്ള പരമശിവനല്ല ഞാൻ പറയുന്നത്. കാരണം എന്റെ ആത്മാവിന്റെ യാത്രയിലൂടെ ഞാൻ പരമശിവൻ എന്ന സങ്കല്പത്തിലേക്ക് എത്തുകയും യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി എന്താണെന്ന് എന്നെ മനസ്സിലാക്കി തരികയും ചെയ്ത ഒരു സങ്കല്പമാണത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു. എന്താണോ ഞാൻ പരമശിവൻ എന്ന ആ സങ്കല്പത്തെ, ആ രൂപത്തെ ആരാധിക്കാൻ തുടങ്ങിയത്, അന്ന് മുതൽ ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വന്നുള്ള എനർജിയാണത്. കൈക്കുള്ളിലെ എനർജിയെ കണക്ട് ചെയ്തുകൊണ്ട് ഒരാളുടെ അസുഖത്തെ മാറ്റാം, ഒരാളുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാം. അതിനേക്കാളൊക്കെ ഉപരി ആ വ്യക്തിക്ക് ഉറങ്ങാൻ കഴിയാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ആ എനർജിയിലൂടെ ആ വ്യക്തിക്ക് ഉറങ്ങാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ 10-13 വയസ്സ് മുതലേ ചെയ്തിരുന്നു. അപ്പൊ അത് റേക്കി ആണെന്നോ അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു എനർജി ഫോം ആണെന്നോ ഒക്കെ തിരിച്ചറിയാൻ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു. അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെ ഒരു അനുഭവം പങ്കുവെക്കുന്ന ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചത്, എനിക്ക് ഇന്ന് അങ്ങനെ അത്തരത്തിലൊരു കോള് വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ തോന്നി, എന്നാ ഇന്ന് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കണക്റ്റഡ് ആയി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് കണക്റ്റഡ് ആയെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. പിന്നീട് എനിക്ക് 2 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ജെൻസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവ് ആണ്. ശനിയാഴ്ച ഞായറാഴ്ച ഇനി മുതൽ അതിനകത്ത് ഫ്രീ ക്ലാസ്സസ്, ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സസ് കൊടുക്കാമെന്ന് കരുതി. നാളെ രാവിലെ 5 മണി തുടങ്ങി 6 മണി വരെ നമുക്ക് ക്ലാസ് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഹീലിംഗ് ആവശ്യമുള്ളവർക്ക് ഹീലിംഗിന് വേണ്ടിയിട്ടുള്ള നമ്പർ ഞാൻ കൊടുക്കാം, എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഓൾ.